ഹലോ, ഞാൻ ഡോക്ടർ ഫാത്തിമ. നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നേ ഈ ചാനൽ നിങ്ങൾ മുന്നേ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ മതിയാവും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷം വരെ ഞാൻ മോൾഡോയിലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം ഗ്രാജുവേറ്റ് ആയി, ഇപ്പം ജർമ്മനിയിലാണ്. ബട്ട് എന്നാലും കുറേ പേര് എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഫർദർ വീഡിയോസ് എന്താ ഒന്നും ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കുറേ കാര്യം മോൾഡോയിലെ സ്റ്റഡീസ്, ഫീസ് സ്ട്രക്ചേഴ്സ്, ഹോസ്റ്റലിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് ഞാൻ ഇടാം. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് മോൾഡോയിൽ മെയിനായിട്ട് കൂടുതൽ പേരും കേട്ടു പരിചയമുണ്ടാകുന്നത് MBBS കുറിച്ചിട്ടായിരിക്കും. പക്ഷേ അല്ല, മോൾഡോവയിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ. കാരണം എനിക്ക് കൂടുതലും MBBS കുറിച്ച് കൂടുതൽ പറയാനായിരിക്കും എനിക്ക് കുറച്ചും കൂടി നോളേജ്. ബാക്കിയെല്ലാം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ അതിനുള്ള ഫർദർ ഡീറ്റെയിൽസ് അപ്പം തരുന്നതായിരിക്കും. ഇനിയുള്ളതെന്ന് വെച്ചാൽ 2 ഇൻടേക്ക് ആണ്. ഫെബ്രുവരിയിലും സെപ്റ്റംബറിലുമാണ് 2 ഇൻടേക്ക് വരുന്നത്. അതിനും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ്, പേപ്പർ വർക്ക്, വിസ പ്രൊസീജിയേഴ്സ് എല്ലാത്തിനും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ ഈ വർഷം തൊട്ടിട്ടാണെന്ന് തോന്നുന്നു ഫീസിലാണെങ്കിലും ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, അങ്ങനെ അക്കോമഡേഷൻ എല്ലാത്തിനും യൂണിവേഴ്സിറ്റി കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം എക്സാംസിനാണെങ്കിൽ പോലും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫീസിനെ കുറിച്ചിട്ടാണ്. കാരണം ഞാൻ 2019 ബാച്ചിലാണ് വന്നത്. ഒരു ഫെബ്രുവരി ബാച്ചിലാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ആ സമയത്ത് തൊട്ടിട്ട് ഇപ്പം വരെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാനിനി പറയാൻ പോകുന്നത് ട്യൂഷൻ ഫീസിനെ കുറിച്ചും ഹോസ്റ്റൽ ഫീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത് 5500 യൂറോയും, സെക്കൻഡ് ഇയർ തൊട്ട് 6th ഇയർ പെർ ഇയർ വരുന്നത് 6000 യൂറോസുമാണ് വരുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫീസാണ് ട്രിപ്പിൾ റൂമിനാണെങ്കിൽ 85 യൂറോ പെർ മന്തും, ഡബിൾ റൂമിനാണെങ്കിൽ 95 യൂറോ പെർ മന്ത്, സിംഗിൾ റൂമിനാണെങ്കിൽ 120 യൂറോ പെർ മന്ത് ആണ് വരുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതും 500-600 റേഞ്ചിൽ വരും. പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലാസ്സിന് ലേറ്റ് ആയാൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതും എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നിങ്ങളുടെ ഫൈനും. അതുകൊണ്ട് കൂടുതൽ ദൂരമൊന്നും അപ്പാർട്ട്മെൻറ്റ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ മെസ്സിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഇവിടെ മെസ്സിൻ്റെ ഓപ്ഷൻസ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മെസ്സ് എടുക്കാനുള്ളത്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് എടുക്കാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ക്ലാസ്സിന് ടൈമിലെത്തുമോ, ഫുഡ് കഴിക്കാൻ പറ്റില്ലേ. ആക്ച്വലി കുറേ ഇപ്പം ഏജൻസികൾ നിങ്ങളോട് പറയും മെസ്സ് നിർബന്ധമായിട്ട് എടുക്കണം. ആക്ച്വലി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അതൊക്കെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. സോ വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. കഴിയുന്നതും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പറയാൻ കാരണം എങ്ങനെ പോയാലും 5th ഇയർ 6th ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് വന്ന് എത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി നാട്ടിൽ പോകാനുള്ളത് എല്ലാ 1 ഇയർ കഴിയുമ്പം നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള വെക്കേഷൻ, സമ്മർ വെക്കേഷനാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. സമ്മർ വെക്കേഷൻ 2 മന്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ മിക്ക ആൾക്കാരും ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിലേക്ക്, കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്കും റേറ്റ് കുറച്ച് കുറവായിരിക്കും. ഈ ഓഗസ്റ്റ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 1 lakh അറൗണ്ട് വരും, അപ്പ് ആൻഡ് ഡൗൺ. നിങ്ങൾക്ക് പോയി വരുന്നതിൽ ഞാനൊന്നും പറയില്ല. ബട്ട് കുറച്ച് നേരത്തെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക പോകുന്നുണ്ടെങ്കിൽ തന്നെ. ഈ അടുത്തൊരു മന്ത്ലി എക്സ്പെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു മിനിമം 200 യൂറോ ഒക്കെ വരുള്ളൂ. അതും ഞാൻ സ്വന്തം ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇനി അഥവാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ മെസ്സൊക്കെ എടുക്കുന്നവർക്ക് ഇതിലും ചാർജ് ആവും. ഇങ്ങോട്ടേക്ക് വരുമ്പം നിങ്ങൾക്ക് നോട്ടറി അറ്റസ്റ്റേഷൻ, വിസ പ്രൊസീജിയേഴ്സ്, അങ്ങനെ കുറച്ച് ഫീസ്, അതൊക്കെ ആയിട്ട് കുറച്ച് എമൗണ്ട് ചിലവ് വരും. അതൊരു ആവറേജ് എത്ര വരും എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, എത്ര വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻസ് ഞാൻ തന്നെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പം ഇൻബോക്സിലും എൻ്റെ പേഴ്സണൽ നമ്പറിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അഡ്മിഷനെ കുറിച്ചിട്ടും അഡ്മിഷൻ നമ്പർ, ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള നമ്പേഴ്സും ഒക്കെ ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.